സൗജന്യ യാത്ര ആശ്വാസം പകരുമ്പോഴും ദുരന്തത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഒരു ബസ് യാത്ര. പാനൂരിൽ നിന്നും ചെറുവാഞ്ചേരി വഴി വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിലേക്കുള്ള KSRTC പ്രിയദർശിനി ബസ് സർവീസ് വ്യവസായ കേന്ദ്രത്തിലെ സ്ത്രീ തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസം പകരുമ്പോഴും വലിയ ആശങ്കയും ഉയർത്തുകയാണ്. ചീരാറ്റ മുതൽ വലിയ വെളിച്ചം വരെയുള്ള ചുരംപാതയ്ക്ക് സമാനമായ റോഡിലൂടെ നിറയെ യാത്രക്കാരുമായി ബസ് ഓടിക്കേണ്ടി വരുന്നത് വലിയ അപകട സാധ്യത ഉയർത്തുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ ദുരന്തം സംഭവിക്കാനുള്ള ഞാണിന്മേൽ കളിയായി ഈ യാത്ര മാറിയിരിക്കുകയാണ്. പാനൂര്, അതുപോലെ തന്നെ പാറാട്, കുന്നൂത്തുപറമ്പ്, ചണ്ടിയാട് ഭാഗത്തു നിന്നുള്ള തൊഴിലാളികളൊക്കെ ഈ വ്യവസായ കേന്ദ്രത്തിലേക്ക് വരുന്നത് പ്രിയദർശിനി ബസ്സിലാണ്. മുമ്പ് ബസ് കുറെ കാലമായി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പ്രിയദർശിനി സംവിധാനം വന്നതോട് കൂടിയിട്ട് മുഴുവൻ സ്ത്രീകളും ഈ ബസ്സിലേക്ക് ആശ്രയിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ ബസ് വലിയ വെളിച്ചത്ത് ആളെ ഇറക്കിയതിന് ശേഷം നേരെ പോകുന്ന കണ്ണൂരിലേക്കാണ്. അപ്പം പാനൂർ മുതലുള്ള സ്ത്രീജനങ്ങളൊക്കെ കണ്ണൂർ കലക്ടറേറ്റിലേക്കും മറ്റാവശ്യങ്ങൾക്കോ ആശുപത്രിയിലേക്കും പോകുന്ന സ്ത്രീകളൊക്കെ തന്നെ ഇതിനകത്തേക്ക് ആശ്രയിക്കാൻ തുടങ്ങി. കൊടും വളവും വലിയ കയറ്റവുമുള്ള ഈ ഭാഗത്തുകൂടി നിറയെ യാത്രക്കാരുമായി യാത്ര ചെയ്യേണ്ടി വരുന്നത് ഏറെ സാഹസവും അത്യന്തം അപകടകരവുമാണ്. ഭയങ്കര തിരക്കാ. കീലാറ്റ ആ പുല്ല് കയറാനാണില്ല. പേടിയാവും. നമ്മൾ വളഞ്ഞു ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുമ്പോ ദൈവത്തിന് മൊത്തം വിളിക്കല നമ്മള്. ആള് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്. ആ പേടിയാണ്. ആ വളവ് തിരിയുമ്പോ ഭയങ്കര പേടിയാണ്. ഒരു 70-75 യാത്രക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 140 യാത്രക്കാർ ആരെയും കേട്ടാൻ 140 യാത്രക്കാർ എപ്പം പറയുന്നത് ഇത് അപകടമാണ്, വേഗം നിന്ന് പോയി കഴിഞ്ഞാൽ അപകടം പുലിയിലേക്ക് പോകും വേണ്ടി എവിടെ തന്നെ നിൽക്കൂലെന്ന് പറയുന്നുണ്ട്. പക്ഷേ യാത്രക്കാരും ഒഴിവാകുന്നില്ല. ഓരോ ദിവസം കൂടുമ്പോൾ യാത്രക്കാർ കൂടി വരുത്താണ്. 140 ആളുകൾ കയറുന്നുണ്ട്. യാത്ര കയറുമ്പോൾ ബസ്സിന് സ്ലോ ആവും. പിന്നെ വളരെ പ്രയാസപ്പെട്ട് കയറ്റലാണ്. മഴയാണെങ്കിൽ കൂടുതൽ പ്രയാസമാകും. ഇത്രയും ആളുകളെയും കൊണ്ട് ഈ ഒരു ബസ് ആ കയറ്റം കയറുന്നത് തന്നെ വലിയൊരു അപകടത്തിന് കാരണമാവുന്നതാണ്. ഫുള്ളാളെന്ന് പറഞ്ഞാൽ 140ഓളം ആൾക്കാരെയാണ് കൊണ്ടുപോകുന്നത്. ബാക്ക് കേട്ട് ഇറക്കിയിട്ട് പിന്നെ റിട്ടേൺ പിന്നെ തിരിച്ചു പോയി ഇറക്കി പിന്നെയും കയറ്റേണ്ട ഒരവസ്ഥ, ആൾക്കാരെ ഇറക്കിയിട്ടെല്ലാം കയറ്റേണ്ട ഒരവസ്ഥയാണ്. പോലീസ് ഇടപെട്ട് ജനങ്ങൾ ഇടപെട്ട് എന്നിട്ടൊന്നും ഒരു മാറ്റവും വരുന്നില്ല. ആൾക്കാർ കൂടി വരിക എന്നല്ലാണ്ട് കുറയുന്നില്ല. പേടിച്ചിട്ടാണ് അതിനകത്ത് നമ്മളിങ്ങനെ ചെറാഞ്ചേരിയിൽ തന്നെ എത്തുമെന്ന് ഒരു ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ ഓവർലോഡാണ്, അപകടമില്ല, വളവും കൂടിയല്ല. അത് ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ബസ് മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം ആരാ അത് ചെയ്യേണ്ടതെന്നുള്ള നോക്കി ചെയ്തില്ലെങ്കിൽ വലിയൊരു നഷ്ടം നമ്മൾ ഈ ചെറുവാഞ്ചേരി മേഖലയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആൾനാശം. പ്രിയദർശിനി ബസ്സിൻ്റെ യാത്ര വളരെ അപകടകരമായ ഒരു യാത്രയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം വലിയ വളവുകളും അതുപോലെ തന്നെ കയറ്റങ്ങളും ഒക്കെയുള്ള ഈ യാത്ര ബസ്സിലെ പഴക്കവും കാരണം അപകടം എന്തായാലും ക്ഷണിച്ചു വരുന്നത് തന്നെയാണ്. അത് യാത്രക്കാർ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട ഒരവസ്ഥ, ഒരു അത്യാവശ്യം ഉള്ള ആളുകൾ തന്നെ അതിൽ യാത്ര ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ബസ് കൂടി ഈ പീക്ക് ടൈമിൽ പിന്നെ പ്രിയദർശിനി ബസ് വ്യവസായ കേന്ദ്രത്തെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ബസ് കൂടി അനുവദിക്കണം എന്നാണ് പറയാനുള്ളത്. യാത്രക്കാരുടെ ബാഹുല്യത്തിനും റോഡിന്റെ ഘടനയ്ക്കുമൊപ്പം മറ്റ് അപകടക്കെണികളും ഈ റോഡിലുണ്ട്. കൂടാതെ കാലവർഷമായതുകൊണ്ട് തന്നെ മഴയും വില്ലനാവുന്നുണ്ട്.
ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോകുന്ന അമ്മമാർ സഞ്ചരിക്കുന്ന ഒരു 17 അമ്മമാർ സഞ്ചരിച്ച ഒരു ട്രാവലർ ഇതേ സ്ഥലത്ത് മറിഞ്ഞിട്ടുണ്ട്. ഒരു മാസം മുന്നേ ഇവിടെ വലിയൊരു നാഷണൽ പെർമിറ്റ് ലോറി ഇതേ സെയിം സ്ഥലത്ത് അപകടം ഉണ്ടായിട്ടുണ്ട്. ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ശാസ്ത്രീയമായ രീതിയിലല്ല ഈ റോഡിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, പാലൂർ മുതൽ ചെറുവാഞ്ചേരി ടൗണുകളിലടക്കം ഷോപ്പുകളെല്ലാം പൊളിച്ചുകൊണ്ട് ഈ റോഡ് വീതി കൂട്ടിയിട്ടുണ്ടായി ഒരു 1-2 വർഷം മുന്നേ. ആ വീതി കൂട്ടിയ സമയത്ത് ഇവിടെ വരെ വീതിയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ വീതി കാണാൻ പറ്റില്ല. അത് വലിയ വെളിച്ച കയറ്റം കഴിഞ്ഞാൽ വീണ്ടും വീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സ്കൂൾ വാഹനങ്ങൾ ഈ വഴി സഞ്ചരിക്കുന്നുണ്ട്. വലിയ സ്കൂൾ വാഹനങ്ങൾ കുട്ടികളെ കൊണ്ട് രാവിലെ വൈകുന്നേരം സ്കൂൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്കൂൾ വാഹനത്തിൽ ഒരു അപകടം പറ്റിയാൽ വലിയൊരു അപകടം നമ്മളെ കാത്ത് കിട്ടുന്നുണ്ട്. റോഡിന്റെ അവസ്ഥയും വളരെ മോശമാണ്. അപ്പോൾ റോഡ് തൽക്കാലമായിട്ട് അവര് കുഴി അടച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. മഴയൊഴിവ് കിട്ടുന്നവർ അതും ഫിഗർ ചെയ്തിട്ടില്ലെങ്കിൽ അതും അപകടത്തിനൊരു കാരണം തന്നെയായിരിക്കും. ഇപ്പം പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി എടുത്ത കുഴിക്ക് ശേഷമാണ് ഈ ചെറിയ ചെറിയ അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ തുടങ്ങിയത്. അതിനുശേഷം ആ പൈപ്പ് ലൈൻ സ്ഥാപിച്ച സ്ഥലത്ത് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയ സമയത്താണ് ഇവർ താൽക്കാലികമായിട്ടുള്ള ഒരു നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അത് ഒരു മാസം കൊണ്ട് തന്നെ ആ നിർമ്മാണം പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടുണ്ട്. കുഴി കണ്ടെങ്കിൽ ഈ കുഴിയിൽ നിന്ന് ചരല് വലിച്ചിട്ട് ചെറിയ ചെറിയ വണ്ടിക്കാർ ഇങ്ങനെ പോവുക, കയ്യിൽ തോലെല്ലാം പോയിട്ട് എത്രയുണ്ടെന്ന് അറിയാം. ഇവര് ഈ ഇടക്കിടക്ക് വന്നിട്ട് മാന്തെല്ലാം മാന്തിയിട്ട് പോകും, പിന്നെ പോലെ കാണൂല. JCB വർക്കെ കൊണ്ട് ഇത്ര കഷ്ടപ്പാടാന്ന് അറിയാം. ഓരോരുത്തർക്ക് ഇറക്കല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടാ ഞങ്ങൾക്ക്. ഈ ഭാഗത്തുള്ള ഹെയർപിൻ വളവിനടുത്തുള്ള ഈ ഒരു അപകടത്തെ പറ്റി ഒരുപാട് തവണ നാട്ടുകാരും മറ്റെല്ലാവരും പറഞ്ഞതാണ്. ഞാനും ഈ വാർഡിന്റെ മെമ്പറാണ്. അപ്പോൾ PWD-AIക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു അപകട മുന്നറിയിപ്പുള്ള ബോർഡ് സ്ഥാപിക്കാനും മറ്റ് റോഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്ന് അപേക്ഷിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ വൃത്തിയാക്കാനും ഗതാഗത യോഗ്യമാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപകടം വന്നതിന് ശേഷം പറയുന്നതിന് മുന്നേ അപകടം വരാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ശ്രമിക്കാൻ ചെയ്യണമെന്നാണ്. വലിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ ഈ അപകടകരമായ യാത്രയ്ക്കും റോഡിലെ അപകടക്കെണിക്കും പരിഹാരം കാണാൻ ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻമാരായ രാഹുൽ രാമകൃഷ്ണനും അശ്വന്ത് കോടിയേരിക്കുമൊപ്പം സൂര്യനാവള്ളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.